കോടതിയലക്ഷ്യത്തിന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ ഹർജി നൽകുമെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ. ഹൈക്കോടതി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കെ.എം. എബ്രഹാം പ്രവർത്തിച്ചു. ലോകായുക്തയിലെ സീനിയർ സർക്കാർ ലീഡറായ ചന്ദ്രശേഖരൻ നായർ സുപ്രീംകോടതിയിൽ പ്രതിക്കായി ഹാജരായത് നിയമവിരുദ്ധമാണ്. സുപ്രീംകോടതിയെ കെ.എം. എബ്രഹാം തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളും കിഫിയുടെ ഭരണഘടനമായിരിക്കുന്ന ഒരാൾ ഒരു ഹൈക്കോടതിയെപ്പറ്റി ഇത്രയും ഗുരുതരമായ കളവായ കാര്യം പറയുന്നു. അപ്പം കോടതിയലക്ഷ്യ കേസിൽ പ്രതിയായിട്ട് ഈ വിധി പറഞ്ഞ കോടതിയിൽ തന്നെ എബ്രഹാത്തിനെ പ്രതിയാക്കി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ആ വിവരമാണ് വിടുന്നത്. അപ്പം ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടൊരു പ്രതി പറഞ്ഞിട്ട് സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം അറിയാം. അതുകൊണ്ടാണ്